അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്ക് മെമ്മറി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. മെമ്മറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കുമാണ്. ടൈപ്സ് ഓഫ് മെമ്മറിയിലൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുക. അപ്പോൾ നമുക്ക് മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറി, ടൈപ്സ് ഓഫ് മെമ്മറീസ് എന്ന് എഴുതിയിരിക്കുന്ന ടൈപ്സ് ഓഫ് മെമ്മറിയാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മെമ്മറി, സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് മെമ്മറി, ഈ 4 ടോപ്പിക്ക് കാണാം. സോ വാട്ട് ഇസ് മെമ്മറി? മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീനിങ് എന്താ? മെമ്മറി ഇസ് എ കോംപ്ലെക്സ് കോഗ്നിറ്റീവ് പ്രോസസ് ദാറ്റ് അലൗസ് അസ് ടു അക്വയർ, സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ ഓവർ ടൈം. അതായത് എന്താണ്? അതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻഫർമേഷൻ അക്വയർ ചെയ്യാൻ പറ്റും. അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇൻഫർമേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്യാൻ പറ്റും, പിന്നെ ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കാനും പറ്റും. നമ്മൾ സ്റ്റോർ ചെയ്ത് അവിടെ വെച്ചേക്കല്ല, നമുക്ക് എപ്പോൾ അത് ആവശ്യം വരുന്നോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് റിട്രീവ് ചെയ്യുകയും ചെയ്യാം. So it is a fundamental aspect of human cognition and plays a crucial role in our daily lives, shaping our experiences, guiding our actions and defining who we are. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണ് മെമ്മറി എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഡെയിലി ലൈഫ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണ് എന്ത്? മെമ്മറി. ഓക്കെ. Now മെമ്മറിക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസ് നോക്കാം. ജീൻ പേജറ്റിന്റെ ഡെഫിനിഷൻ ആണ്: മെമ്മറി ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദ ആക്റ്റീവ് റീകൺസ്ട്രക്ഷൻ ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസസ് ബേസ്ഡ് ഓൺ ആ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ്. അപ്പം നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പഴയ എക്സ്പീരിയൻസിനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി എന്താണ്? Process that involves an active reconstruction of past experiences based on our existing cognitive structures. Okay, അപ്പം നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ തിരിച്ച് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനിഷൻ നോക്കിക്കേ: മെമ്മറി is a meditated process that involves the use of cultural tools and symbols such as language to organize and recall information. മെമ്മറി എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? ഒരു മീഡിയേറ്റഡ് പ്രോസസ് ആണെന്നാ പറഞ്ഞത്. മെമ്മറി ഈസ് എ മീഡിയേറ്റഡ് പ്രോസസ്. എങ്ങനെ മീഡിയേറ്റഡ് ആണ്? കൾച്ചറൽ ടൂൾസ് യൂസ് ചെയ്യുന്നു, സിമ്പിൾസ് യൂസ് ചെയ്യുന്നു, അതായത് ലാംഗ്വേജ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നു. എന്തിന്? നമുക്ക് ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യാനും അതിനെ ആവശ്യമുള്ളപ്പോൾ റീകോൾ ചെയ്യാനും വേണ്ടിയിട്ട്. അതിനാണ് എന്ത് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി is a mediated process that involves the use of cultural tools and symbols such as language to organize and recall information. പിന്നെ ട്വില്ലിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കാം. മെമ്മറിയെ കുറിച്ച് പറയുന്നത് എന്താണ്? മെമ്മറി is the capacity to encode, store and retrieve information. അതായത് മെമ്മറി ഒരു മൂന്ന് പ്രോസസ്സസ് ആയിട്ട് ട്വില്ലിംഗ് പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? എൻകോഡ് ചെയ്യുക, രണ്ടാമത്തെ എന്താണ്? സ്റ്റോർ ചെയ്യുക, മൂന്നാമത് റിട്രീവ് ചെയ്യുക. ഓക്കെ. കംപ്രൈസിങ് ഡിഫറെന്റ് ടൈപ്സ് such as episodic memory, schematic memory and procedural memory. അതായത് പല തരത്തിലുള്ള മെമ്മറി ഉണ്ട്. അതാണ് എന്ത്? എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, സ്കിമാറ്റിക് മെമ്മറി ഉണ്ട്, പിന്നെ എന്താ? പ്രൊസീജിയറൽ മെമ്മറി ഉണ്ട്. ഇതെല്ലാമാണ് ട്വില്ലിംഗ് പറയുന്നത്. മെമ്മറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് 2 ഇമ്പോർട്ടൻറ്റ് പേരുണ്ട് സൈക്കോളജിസ്റ്റിന്റെ. ഒന്ന് ഹെർമൻ ബെഗിംഗ്ഹാം ആണ്. He studied memory in a systematic way. മെമ്മറിയെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിച്ച ഒരു സൈക്കോളജിസ്റ്റ് ആണ് ആര്? ഹെർമൻ എബിംഗ്ഹാം. പിന്നെ ആരാണ്? സർ ഫെഡറിക് ബാർലറ്റ് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. മെമ്മറി ഒരു ആക്റ്റീവ് പ്രോസസ്സും ഒരു കൺസ്ട്രക്റ്റീവ് പ്രോസസ് ആണെന്ന് ആർഗ്യൂ ചെയ്തത് സർ ഫെഡറിക് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ ട്വില്ലിങ്ങിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മെമ്മറി എന്ന് പറയുന്നത് 3 പ്രോസസ് ആണ്, അല്ലേ? ആ പ്രോസസ്സുകളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് മെമ്മറി? എന്തൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് പ്രോസസ് എന്താണ്? എൻകോഡിംഗ്. അതായത് എൻകോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻഫർമേഷൻ into a form that can be stored in memory. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇൻഫർമേഷൻ വന്നു, അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് ആക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. So it involves transforming sensory experiences into meaningful representations. അതായത് നമ്മൾ കാണുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മീനിങ് ഉണ്ടാക്കി അതിനെ ഒരു ഹോൾ ആക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു രൂപത്തിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെമ്മറി. ഓക്കെ. മെമ്മറിയുടെ ഫസ്റ്റ് പ്രോസസ് ആണ് എന്ത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും?
നമ്മളിപ്പോൾ എൻകോഡ് ചെയ്തു എന്ന് പറഞ്ഞു, സ്റ്റോർ ചെയ്യാൻ പാകത്തിന് നമുക്ക് കിട്ടിയ സെൻസറി ഇൻഫർമേഷനെ നമ്മൾ മോൾഡ് ചെയ്തു അല്ലേ. ഈ മോൾഡ് ചെയ്ത ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. സോ സെക്കൻഡ് പ്രോസസ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്താണ്, സ്റ്റോറേജ്. സ്റ്റോറേജ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റിറ്റെയിനിങ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ഓവർ ടൈം. അതായത് കുറച്ച് നാളത്തേക്ക് ആ നമ്മൾ മോൾഡ് ചെയ്ത മെമ്മറിയെ നമ്മുടെ എന്താ പറയാ ബ്രെയിനിൽ സൂക്ഷിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സ്റ്റോറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് മെയിൻറ്റെയിനിങ് എൻകോഡഡ് ഇൻഫർമേഷൻ ഇൻ ആൻ ആക്സസിബിൾ ഫോർമാറ്റ്. അതായത് നമ്മൾ നേരത്തെ എൻകോഡ് ചെയ്ത ഇൻഫർമേഷനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പാകത്തിന് നമ്മൾ ബ്രെയിനിൽ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റോറേജ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോസസ് എന്തായിരിക്കും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ മെമ്മറിയെ നമുക്ക് തിരിച്ചു വിളിക്കണം അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്രീവൽ എന്ന് പറയുന്നത്. സോ റിട്രീവൽ ഈസ് ദ പ്രോസസ് ഓഫ് ആക്സസിങ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ഇൻ ദ മെമ്മറി. ചിലപ്പോൾ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് എൻകോഡ് ചെയ്ത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് ബ്രിങ്ങിങ് ബാക്ക് പ്രീവിയസ്ലി എൻകോഡഡ് ആൻഡ് സ്റ്റോർഡ് ഇൻഫർമേഷൻ ഇൻ ടു ദ കോൺഷ്യസ്നസ്. അതായത് നേരത്തെ നമ്മൾ എൻകോഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷനെ തിരിച്ചു വിളിക്കുന്നതിനാണ് റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പൊ മെമ്മറി എന്ന് പറയുന്നത് 3 പ്രോസസ്സ് കൊണ്ട് കൂടുന്നതാണ്. ഒന്നെന്താണ്, എൻകോഡിംഗ് ആണ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റിലേക്ക് ഒരു മീനിങ് ഫുൾ റെപ്രസെന്റേഷൻ കൊടുക്കുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഈ എൻകോഡ് ചെയ്ത ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ്. സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്രീവൽ എന്ന് പറയുന്നത്.